1950 മോഡല് വാക്സോൾ വെലോക്സ് 6 സിലിണ്ടർ 2275 cc 60 bhp 6 സിലിണ്ടർ കാറാണ്. ഇത് വിൽസൺ ചർച്ചിലിന്റെ കാറാണ്. വാക്സോൾ മോട്ടോർ കമ്പനി ന്യൂട്ടൺ, ഇംഗ്ലണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ നിയാക്ഷൻ വർക്ക് ചെയ്യുന്നത് ഓയിലാണ്. നിയാക്ഷൻ 5 സൈഡിൽ നിയാക്ഷനാണ്. ഒരു കാലഘട്ടം നിയാക്ഷൻ ഇപ്പോഴത്തെ കാലത്ത് കാണുന്നത് വാക്സോൾ കമ്പനിയുടെ ആദ്യത്തെ നിയാക്ഷൻ മെത്തേഡിൽ ഫ്രണ്ട് സസ്പെൻഷൻ ഇറക്കിയത്. ഇതിന്റെ നിയാക്ഷൻ മൊത്തത്തിൽ തിരിയും, സ്റ്റിയറിംഗ് തിരിയുന്ന മൊത്തത്തിൽ തിരിയും നിയാക്ഷൻ. ഇതിൽ 1 ലിറ്റർ 1.5 ലിറ്ററോളം ഷോക്ക് ഓയിൽ കൊള്ളും ഓരോ സസ്പെൻഷൻ. പിന്നെ അതിന്റെ വേറെ ഇതിന്റെ ഡോർ എങ്ങനെയാണ് സൂയിസൈഡ് ഡോർസ് ആണ്. അതൊക്കെ വളരെ കയറാൻ വളരെ ഈസിയാണ് ഉള്ളിൽ. അതുപോലെ ബാക്ക് ഡോർ ഇതുപോലെ ഇങ്ങനെ തുറക്കും. സൂയിസൈഡ് ഉള്ളിലേക്ക് കയറാൻ വളരെ ഇതായിട്ട് കയറാം. പിന്നെ ഇതിന്റെ സിഗ്നൽ ഇത് ലെഫ്റ്റ് റൈറ്റ് സിഗ്നലാണ്. ഇതിനുള്ളിൽ ലൈറ്റ് എടുക്കുമ്പോൾ അപ്പുറത്ത് അതുപോലെ തന്നെ. പിന്നെ ഇതിനൊരു പണ്ടത്തെ കാലത്ത് എ സിക്ക് വരെ ഇവിടെ തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെന്റിലേറ്ററാണ് കൊടുത്തത്. ഇത് തുറക്കും. പിന്നെ ഇതിന്റെ ബോഡി ഷെല്ല് സിംഗിൾ ഷെല്ലാണ്. കേസ് ഉണ്ട്. കേസിൽ സിംഗിൾ ഷെൽ ബോഡിയാണ്. വളരെ സ്ട്രോങ് ബോഡിയാണ്. ടാങ്കിനെ ഉപയോഗിച്ചിരുന്ന ഷീറ്റാണ് ഇതിന്റെ ബോഡി നിർമ്മിക്കാനായിട്ട് അന്ന് കാലത്ത് ഉപയോഗിച്ചത്. കാരണം പണ്ടത്തെ കാലത്ത് എയർ ബാഗൊന്നും ഇല്ല. അതിന്റെ ബോണറ്റ് വളരെ നീളമാണ്. പിന്നെ ഇതിന്റെ ഡിക്കാണ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുന്നത്. പിന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് അടിയിലേക്ക് കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ. പിന്നെ ഇതിന്റെ അടിയിലാണ് സ്റ്റെപ്പിന് ബൂട്ട് സ്പേസ്. ഇത് അടിയിൽ വേറെ ബൂട്ട് സ്പേസ് വേറെ വെക്കാനുള്ള സ്ഥലമുണ്ട്. അതിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ക്യൂട്ടാണ്. ഇത് എയറോഡൈനാമിക് ഡിസൈൻ അനുസരിച്ച് ഇതിന്റെ എയർ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. അപ്പോൾ ഇത് വളരെ ക്യൂട്ടായിട്ട് പോകും. ഇത് അതാണ് ഇതിന്റെ എംബ്ലം തന്നെ. Griffins, Greek goddesses. This is griffins. They have of an eagle and a body of a lion. This is you can see. നിങ്ങൾക്ക് കാണാം ഇത് ഒരു ലയന്റെ ബോഡിയിൽ ഈഗിളിന്റെ തലയാണ്. ഈഗിളിന്റെ ക്യുക്നെസ്സും ലയന്റെ സ്ട്രോങ്നെസ്സും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. അതാണ് ഇവരുടെ എംബ്ലം. പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചോദിക്കാം. ഇതിന്റെ ലെതർ സീറ്റ്സ് ആണ് ഉള്ളില്. ഇതൊരു അന്നത്തെ ലക്ഷറി കാറാണ്. ടോപ്പ് എൻഡ് മോഡൽ. അതിന് അഡ്രസ്റ്റ് ഉണ്ട്, ആംറസ്റ്റ് ഉണ്ട് ബാക്കിൽ, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഹീറ്റർ, വെന്റിലേറ്റർ, സ്പീഡോമീറ്റർ, മൈലാണ്. മാക്സിമം മൈല് 90 miles per hour. ഇത് ക്യുക്കാണ്. ഇത് 1975 മൂന്നാറിൽ നിന്നും കൊടൈക്കനാലിലേക്കുള്ള ഗ്രേറ്റ് എസ്കേപ്പ് റോഡ് കവർ ചെയ്ത് കൊടൈക്കനാലിലെത്തിയതാണ് ഈ വണ്ടി. അത് ആ റോഡ് ഇപ്പോൾ നിർത്തി. ആ റോഡ് ഇപ്പം ഇല്ല. ബ്രിട്ടീഷുകാർ കൊച്ചിയിലേക്ക് കപ്പൽ കയറാൻ വേണ്ടിയിട്ട് വെട്ടിയിട്ടുള്ള റോഡാണ്. ജപ്പാൻ ബോംബിടുന്നത് വെച്ചിട്ട് ബാക്കിയുള്ള റോഡാണ്. പിന്നെ ഇതിന്റെ ഗ്രില്ലൊക്കെ പ്ലേറ്റിങ് 1950 ഉള്ള സെയിം ഗ്രില്ലാണ്. ഇതിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ 75 കൊല്ലമായിട്ടും ഇതിന് തുരുമ്പ് വന്നിട്ടില്ല. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന അംബാസിഡറൊക്കെ വേഗം തുരുമ്പ് പിടിച്ചു പോയില്ല. എല്ലാ കാലങ്ങളും തുരുമ്പ് പിടിച്ചു. ഇതിന്റെ ക്വാളിറ്റി അങ്ങനെയാണ്. സ്റ്റീൽ ക്വാളിറ്റി. ഇതെല്ലാം ഒറിജിനലാണ്, പ്ലേറ്റിട്ടല്ല. അതാണ് അതിന്റെ പ്രത്യേകത. 75 കൊല്ലം ഒരു റോമൻ പ്ലേറ്റ് നിൽക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്തെ ടെക്നോളജി എത്ര മെച്ചമുള്ളതാണെന്ന് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പോഴത്തെ ടെക്നോളജിയും അന്നത്തെ ടെക്നോളജിയും തമ്മിലുള്ള വ്യത്യാസം. ദിസ് ഈസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല, പ്ലേറ്റഡാണ്. ഇത് പ്ലേറ്റഡാണ്. ഇതൊക്കെ അന്ന് ചെയ്ത പ്ലേറ്റിങ്, വണ്ടി വരുമ്പോഴുള്ള പ്ലേറ്റിംഗ് ആണ് അന്ന് ചെയ്തിട്ട്. പിന്നെ ഇതിന് പെട്രോൾ 45 ലിറ്ററാണ് ഫുൾ ടാങ്ക് കപ്പാസിറ്റി. 1 ലിറ്റർ പെട്രോളിന് 7 കിലോമീറ്റർ അല്ലെങ്കിൽ 8 കിലോമീറ്ററിന് കൂടുതൽ കിട്ടില്ല. എന്താ കാരണം? ഇത് 6 സിലിണ്ടർ എഞ്ചിൻ, 58 bhp 10 seconds 50 miles in within 10 seconds 50 miles ആണ്. പിന്നെ ചരിത്രം പറയുകയാണെങ്കിൽ ഇത് എൻ്റെ ഫാദർ സെക്കൻഡ് വേൾഡ് വാറിൽ വന്ന ശേഷം വാങ്ങിയ വണ്ടിയാണ്. അപ്പോൾ സിംഗിൾ ഓണറാണ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ
സൂക്ഷിച്ചിരിക്കുന്നത് ഹെറിറ്റേജ് കാർ. ഇതുപോലത്തെ കാറുകൾ റയറാണ് ഇപ്പോൾ ലോകത്തിൽ തന്നെ. സിംഗിൾ ഓണർ ആയിട്ട് കാർ ഈസ് സം മേ ബി വൺ കാർ ഇൻ ദ വേൾഡ് നൗ സിംഗിൾ ഓണർ. ദാറ്റ് ഈസ് ദ വാല്യൂ. ഇത് ഈ കാറിന് 2 കോടിക്ക് വില ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. അത്രയ്ക്ക് പ്രഷ്യസ് ഡയമണ്ട് മൂൺസ്റ്റോൺ ആണത്. പണ്ട് മൂൺസ്റ്റോൺ കോഹിനൂർ മൂൺസ്റ്റോൺ പറഞ്ഞ പോലത്തെ വാല്യൂ ആഡഡ് വെഹിക്കിൾ. താങ്ക് യു എവരിവൺ ഫോർ ലിസ്ണിംഗ് മീ.